വീണ്ടും ഉപയോഗിക്കാനുള്ള രീതിയിലാണ് നമ്മൾ പണിതേക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഒരു 25-30 കിലോമീറ്ററാണ് നമ്മൾ ഇതേ റേറ്റ് ചെയ്ത് കൊടുക്കും. പഴയ കല്ലറകൾ, പ്രത്യേകിച്ച് കുടുംബ കല്ലറകൾ വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് റിനോവേറ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. ഏതാണ്ട് 40 വർഷങ്ങൾക്കടുത്ത് അന്നത്തെ ആ ഒരു സ്റ്റൈലിൽ ഡിസൈനിൽ ചെയ്ത പണിത കുടുംബ കല്ലറയാണത്. ഇതിൻ്റെ തലക്കെട്ടും ചുറ്റുമുള്ള പ്ലാസ്റ്ററിങ്ങും ഇളക്കി കളഞ്ഞിട്ട് ഗ്രാനൈറ്റ് ക്ലാഡ് ചെയ്യുകയും ഒരു ഹെഡ് സ്റ്റോൺ, ഗ്രാനൈറ്റിൻ്റെ തന്നെ ഒരു ഹെഡ് സ്റ്റോൺ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. മാവേലിക്കരയിലെ രാജം സ്റ്റോൺ വർക്ക്സ് ആണ് ഈ വർക്ക് ചെയ്യുന്നത്. മാവേലിക്കര ചെറുകോലുള്ള അവരുടെ വർക്ക്ഷോപ്പിൽ ഗ്രാനൈറ്റിൻ്റെ പണികളെല്ലാം തീർത്തതിന് ശേഷമാണ് കല്ലറയിലെ ഈ ജോലികൾക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം അളവും ഡിസൈനും ഒക്കെ അനുസരിച്ച് ഗ്രാനൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം എഡ്ജൊക്കെ റൗണ്ട് ചെയ്ത് പോളിഷ് ചെയ്യും. പിന്നീട് കസ്റ്റമർ കൊടുത്തിരിക്കുന്ന ലേഔട്ടും മാറ്ററുമൊക്കെ ഗ്രാനൈറ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം കൊത്തിയെടുക്കുകയാണ് ചെയ്യുക. ഫോട്ടോയും ഇതുപോലെ തന്നെ ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കാൻ പറ്റും. ഈ കല്ലറയ്ക്ക് 2 അറകളുണ്ട്. അത് മൂടിയിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ ഇളക്കുകയോ മാറ്റുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതിന് മുകളിലും ഗ്രാനൈറ്റ് പാളികളിടും. വശങ്ങളിൽ ഗ്രാനൈറ്റ് പാളികൾ സെറ്റ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ കല്ലറയുടെ ഭിത്തിയും ഈ ഗ്രാനൈറ്റ് പാളികളുടെയും ഇടയിലുള്ള ഗ്യാപ്പിൽ ഗ്രൗട്ടും സിമെൻറ്റ് ചാതും നിറച്ച് ഉറപ്പിക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിൽ മണൽ വിരിക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഡിസൈൻ അനുസരിച്ച് വശങ്ങളിലും കല്ലറകളെ വേർതിരിക്കുന്ന മധ്യഭാഗത്തും 2 നിര ബോർഡർ പാളികളുണ്ടാവും. കല്ലറ തുറക്കേണ്ടി വരുമ്പോൾ ഹെഡ് സ്റ്റോണിൻ്റെ ഭാഗമൊഴിച്ച് മുകളിലെ ഗ്രാനൈറ്റ് പാളികളെല്ലാം തന്നെ ഇളക്കി മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വശങ്ങളിലെയും പിന്നിലെയും പാളികൾ ഇടയ്ക്ക് മാത്രം ഗ്രൗട്ട് ഒഴിച്ചിട്ട് താൽക്കാലികമായിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുക. ഇളകി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാരണത്താൽ ഇളകി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെമ്പററി ആയിട്ട് ഒട്ടിക്കേണ്ടി വരുന്നത്. തലക്കെട്ടിൻ്റെ ഭാഗത്ത് ഗ്രാനൈറ്റ് പെർമനൻ്റായിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഒരു ബോക്സ് ഉണ്ടാക്കുകയാണ്. ഇതിന് മുകളിലായിട്ടാണ് ഹെഡ് സ്റ്റോൺ ഇൻസ്റ്റാൾ ചെയ്യുക. രണ്ടറകൾക്ക് മുകളിൽ മണൽ വിരിച്ച് വലിയ ഗ്രാനൈറ്റ് പാളികൾ വെക്കുന്നതോടുകൂടി കല്ലറയുടെ മുകളിലുള്ള പണികൾ കഴിയും.
നമുക്കിപ്പം രാജം സ്റ്റോൺ വർക്ക്സിൻ്റെ എല്ലാമായ രമേഷ് നമ്മളോടൊപ്പം ഉണ്ട്. രമേഷ്, ഇത് ഇപ്പം ഈ കല്ലറ ഈ രീതിയിലേക്ക് മാറ്റുന്നത് പഴയ രീതിയിൽ സിമെന്റ് കൊണ്ടൊക്കെ പണിതതിന് ശേഷം ഇതിലേക്ക് മാറ്റുന്നത് ഇപ്പം എങ്ങനെയുണ്ട്? ട്രെൻഡ് എങ്ങനെയാണ്? എല്ലാം മാറ്റി ഇപ്പം പുതിയതായിട്ട് എല്ലാം ഗ്രാനൈറ്റിന്റെ അപ്പോൾ അങ്ങനെ പഴയ ഈ കാണുന്ന രീതിയിലുള്ള പഴയ കല്ലറകളും ഇതുമായിട്ട് നമ്മൾ എങ്ങനെയാണ് മെയിൻ്റനൻസിന്റെ കുറവാണോ എങ്ങനെയാണ്? ഇതാകുമ്പോൾ മെയിൻ്റനൻസ് കുറവാണ്. അതാകുമ്പോൾ വർഷം തോറും പെയിന്റിങ് ചെയ്യണം, അടുത്ത് ഒരു അടക്കം അതൊക്കെ അത് പായൽ പിടിച്ച് ഇതാകും. ഇതങ്ങനെയല്ല, ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കും. നമ്മൾ അവസരത്തിന് എന്ത് പോളിഷ് ചെയ്യാം, കളർ ഈ സ്ലാബ് വേണ്ടേ നമുക്ക് കനം കൂടിയ സ്ലാബും ഉപയോഗിക്കാം. അതെ അതെ. ഇതിനിപ്പോൾ നമുക്ക് എന്ത് മെയിൻ്റനൻസ് ആണ് ആവശ്യം വരിക? ഇതിന്റെ പുറത്ത് നമ്മൾ മെഴുകുതിരി മാക്സിമം കത്തിക്കാതെ ഇരിക്കണം. മെഴുകാകുമ്പോൾ അതിന്റെ പാടാവും. മെഴുകുതിരി കത്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം. വല്ലപ്പോഴും ഒരു 6 മാസം ആകുമ്പോൾ ഒന്ന് തുടച്ച് വേറെ ഇതാകുമ്പോൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കാനുള്ള രീതിയിലാണ് നമ്മൾ പണിതേക്കുന്നത്. അടുത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഇപ്പുറത്ത് ഇവിടെ അടക്കം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ സ്ലാബും ഈ പീസ് ബോർഡർ എടുത്ത് മാറ്റിയാൽ മതി. മാറ്റിയിട്ട് നമ്മൾ അടിയിൽ ആ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടല്ലോ, അത് മേളോട്ട് പൊക്കുകയാണെങ്കിൽ സുഖമായിട്ട് പെട്ടിയാക്കാം. അതിപ്പം നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് തന്നെ ഇല്ല, നമ്മൾ വന്ന് അടുത്ത രണ്ടാമത് പേര് കൊത്താൻ ഇവിടെ നമ്മൾ ആവശ്യം ഇല്ല. ഇങ്ങനെ ഇവിടെ മേസ്തിരിമാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് ചെയ്ത്. അതെ അതെ. വേറെ ഏത് രീതിയിലാണ് ചെയ്യുക? വേറെ ഈ മേളിൽ ഈ കനം കൂടിയ സ്ലാബ്, കോൺക്രീറ്റ് സ്ലാബിന്റെ പകരം കനം കൂടിയ സ്ലാബ്, അത് റേറ്റ് കൂടുതൽ വരും. അതാകുമ്പോൾ അടുത്ത അതിന്റെ ആവശ്യം നമുക്ക് ആവശ്യമില്ല. കോസ്റ്റ് ഏകദേശം എത്ര ശതമാനം കൂടുതൽ? അത് വന്ന് എന്തായാലും നമ്മൾ ഇതിനെക്കാട്ടിലും ഒരു 30 രൂപ കൂടുതലായിരുന്നു, 30,000 കൂടുതലായിരുന്നു. അതെ അതെ. ഇത് 60,000 90,000 മുകളിലിടുന്ന കനം കൂടി. അതെ, കനം കൂടിയ സ്ലാബ് 3 പീസായിട്ട് വരും, സ്റ്റീലിന്റെ ഉക്കൊക്കെ വെച്ച്. കല്ലറകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതല്ലാതെ വേറെ എന്തെല്ലാം വർക്ക് അവിടെ? നമുക്ക് ഈ കരിങ്കല്ലിന്റെ പണി, കൽക്കുരിശി, കൽവിളക്ക്, അങ്ങനത്തെ കൊത്തുപണിയൊക്കെ സംബന്ധിച്ച്, പിന്നെ ഗ്രാനൈറ്റിന്റെ പണി കൂടുതലും നമുക്ക് ഗ്രാനൈറ്റിന്റെ പണിയാണ്. രാജം സ്റ്റോൺ വർക്ക്സിന്റെ ഓഫീസ് കം വർക്ക്ഷോപ്പാണിത്. ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെയുള്ള കാഴ്ചകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അരകല്ല്, ഇടികല്ല്, ഇങ്ങനെയുള്ള ചിലതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനും കഴിയും. മൊബൈൽ നമ്പർ താഴെയും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഹെഡ്സ്റ്റോൺ ഫിറ്റ് ചെയ്യുകയാണ്. ബോക്സിന് മുകളിലുള്ള ദ്വാരങ്ങളിലൂടെ സിമെന്റ് നിറച്ചതിന് ശേഷം ഹെഡ്സ്റ്റോണിൽ ഉറപ്പിച്ചിരിക്കുന്ന കമ്പികൾ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണത് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ കല്ലറയുടെ റിനോവേഷൻ പണികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്.
ഒരു വർക്ക് എവിടെയൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് മാക്സിമം ഒരു 25-30 കിലോമീറ്ററാണ് നമ്മൾ ഇത് റേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കൂടുതൽ വരുമ്പോൾ ട്രാൻസ്പോർട്ടിങ് വ്യത്യാസം വരും. നമ്മൾ ഇവിടെ കൊല്ലം ഫാത്തിമ പള്ളി വരെ ചെയ്തിട്ടുണ്ട് ഈ റൂട്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മ ആലപ്പുഴ ഇപ്പുറം അവിടെ വരെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ചെയ്ത് കൊടുക്കും. അതെ, അത് ചെറിയ വ്യത്യാസം വരും. നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കും.